വമ്പൻ പ്രഖ്യാപനങ്ങൾ. ലക്ഷ്യം തെരഞ്ഞെടുപ്പല്ല, ജനക്ഷേമം. സംസ്ഥാന ബജറ്റ് കേവലം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളതല്ലെന്ന്, മറിച്ച് സാധാരണക്കാരുടെ ക്ഷേമത്തിനും ഊന്നൽ നൽകുന്നതാണെന്നാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കിയത്. രണ്ടാം LDF സർക്കാരിന്റെ അവസാന ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചത്. മുൻ ബജറ്റുകളിലെ പ്രഖ്യാപനങ്ങളെല്ലാം നടപ്പാക്കിയെന്നും കേരളം പുതിയ പാതയിൽ കുതിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴുള്ള ന്യൂ നോർമൽ കേരളമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വർഗീയ ശക്തികൾക്കെതിരെ കേരളം ഒന്നിക്കണമെന്ന ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയാം. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നെടുങ്കൻ പ്രസംഗം നടത്തി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് 2 മണിക്കൂറും 53 മിനിറ്റുമാണ് നടന്നത്. വോട്ടുറപ്പിക്കാൻ ബാലഗോപാൽ മാജിക്ക് ഈ ബജറ്റ് എത്രത്തോളം പ്രയോജനപ്പെടുമെന്ന് തന്നെയാണ് നോക്കിക്കാണേണ്ടത്. അതേസമയം ഖജനാവ് നിറയുന്നു, തൊഴിലില്ലായ്മ കുറയുന്നു. മോദി സർക്കാരിന് ആശ്വാസമായ സാമ്പത്തിക സർവേയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 7.4% വളർച്ചയുമായി ലോകത്തെ ഞെട്ടിച്ച ഇന്ത്യ കുതിക്കുകയാണ്. താരിഫിലൂടെ ട്രംപ് ഭാരവെച്ചാലും രാജ്യം വീഴില്ല എന്ന് വീണ്ടും കാണിച്ചു തന്നു. ചില സംസ്ഥാനങ്ങളുടെ സാമ്പത്തികാവസ്ഥ മോശമായത് കടമെടുപ്പ് ചെലവേറിയതാകാമെന്നും വിലയിരുത്തലുണ്ട്. കേന്ദ്ര ബജറ്റിന് മുമ്പ് രാജ്യം ചർച്ച ചെയ്യുന്നത് എന്തൊക്കെയെന്ന് നോക്കാം. കുറെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമുണ്ട്. ഇപ്പോൾ ബാക്കിയാകുന്നത് ചില മറുപടികളും ചോദ്യങ്ങളും മാത്രമാണ്. ഇതിന് മറുപടി നൽകാൻ നമ്മോടൊപ്പം സാമ്പത്തിക വിദഗ്ധൻ സന്തോഷ് ടി വർഗീസ് കൂടെ ചേരുന്നുണ്ട്. സർ, നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് മാസങ്ങൾക്കകം നടക്കാനിരിക്കെയാണ് പുതിയ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ധനമന്ത്രി ബാലഗോപാൽ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു. കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അടുത്ത സർക്കാരിന്റെ കൈകൾ ബന്ധിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളാണോ ഇതെന്നാണ് ആദ്യത്തെ ചോദ്യം. കാരണം അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. ഇടയ്ക്ക് തന്നെ മന്ത്രി തന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അത് അങ്ങനെ ആവേണ്ടതില്ല. കാരണം വലിയ ചെലവ് ചെയ്യൽ വരും വർഷത്തേക്ക് ബാലഗോപാൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ സമ്പദ് വ്യവസ്ഥയിൽ മികച്ച വളർച്ച ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയും അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. സമ്പദ് വ്യവസ്ഥ ഏതാണ്ട് 14% വളർച്ച കൈവരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ധനമന്ത്രി ഈ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഈ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ നിരക്കൊക്കെ കണക്ക് കൂട്ടുന്നത് അങ്ങനെ കേരള സർക്കാർ, സംസ്ഥാന സർക്കാരിന്റെ മാത്രം നിയന്ത്രണത്തിലുള്ള ഒരു കണക്ക് കൂട്ടലല്ല അത്. അതിന്റെ ആ കണക്ക് കൂട്ടല് വളരെ കൃത്യമായിട്ടുള്ള നിയതമായിട്ടുള്ള മാനദണ്ഡങ്ങളും നിരവധി ആകുന്ന പരിശോധനകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നടത്തുന്ന കണക്ക് കൂട്ടലാണ്. അപ്പോൾ 14% കണ്ട് സമ്പദ് വ്യവസ്ഥയിൽ വളർച്ച ഉണ്ടാകുമെന്ന് കരുതുമ്പോൾ വലിയ ചെലവ് ചെയ്യൽ പ്രഖ്യാപിക്കുന്നത് അത്ര വലിയ ബാധ്യതയായി മാറുമെന്ന് കരുതാനാവില്ല. എന്നാൽ സമ്പദ് വ്യവസ്ഥയിൽ വളർച്ച ഉണ്ടാകുന്നില്ല എങ്കിൽ കൂടുതൽ ചെലവ് ചെയ്യാൻ ഉള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുമ്പോൾ ഒരു പ്രതിസന്ധി ഒരു പക്ഷേ ഉണ്ടായേക്കാം. പക്ഷെ ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. 14% വളർച്ചയാണ് ബജറ്റ് പ്രതീക്ഷിക്കുന്നത് വരും വർഷത്തേക്ക്. പങ്കുവയ്ക്കുമ്പോഴും സർ, ഒരു കാര്യം, കേരള സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ, തൊഴിലുറപ്പ് വേതനം, സപ്ലൈകോ സബ്സിഡി തുടങ്ങിയവയൊക്കെ നൽകുന്നതിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. അത് ശരിയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ അത്തരം ഒരു അധിക ബാധ്യത അതിന്റെ ഭാഗമായിട്ടുണ്ടാകും തീർച്ചയായും. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മളിപ്പം ബജറ്റിന്റെ കണക്കുകൾ തന്നെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കുകയാണല്ലോ. അപ്പോൾ ആ ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ടിൽ വളരെ അനുകൂലമായിട്ടുള്ളൊരു നിലപാടുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. ബജറ്റിൽ നമുക്ക് അത് കാണാനായിട്ട് കഴിയും. അപ്പം ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ കൂടുതൽ വിഭവ സമാഹരണം നടത്താൻ കഴിയും എന്നുള്ളതാണ് സർക്കാർ ഈ ബജറ്റിലൂടെ മുന്നോട്ട് വെക്കുന്ന ആശയം. അങ്ങനെയാണ് എങ്കിൽ ശമ്പള പരിഷ്കരണം അടക്കമുള്ള മറ്റ് പെൻഷൻ തുകയൊക്കെ തന്നെ നൽകിയാൽ പോലും അത് കൈവരിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ബജറ്റിൽ നമുക്ക് കാണാൻ കഴിയുക. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോ ധനകാര്യ കമ്മീഷൻ വഴി ഉയർന്ന തുക സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ആ നിലയ്ക്ക് തന്നെ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. പക്ഷെ ആ രീതിയിൽ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, ഇത് ജനങ്ങളിലേക്ക് പണം എത്തുന്നതിനെയും അത് എത്രത്തോളം ബാധിക്കും എന്നുള്ളതും കണ്ടറിയേണ്ടതാണ് അല്ലേ? പ്രത്യേകിച്ച് പാവപ്പെട്ടവരെ ഇത് പ്രതികൂലമായി ബാധിക്കുമോ എന്നൊരു സംശയമുണ്ട്. അല്ല, അതെ, അത് ഈ പറഞ്ഞ ഇപ്പോ ഞാൻ സൂചിപ്പിച്ചതുപോലെ സമ്പദ് വ്യവസ്ഥയിൽ ഒരു 14% വളർച്ച പ്രതീക്ഷിക്കുന്നു. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ വഴി അല്ലെങ്കിൽ ഈ ധനകാര്യ കമ്മീഷൻ വഴി ലഭിക്കുന്ന തുക ഇപ്പൊ ഈ നടപ്പു വർഷം 2.42 സമ്പദ് വ്യവസ്ഥയുടെ 2.42% ഈ വർഷം ലഭിച്ചത്. അത് അടുത്ത വർഷം 4.21% ലഭിക്കുമെന്നാണ് ബജറ്റിൽ
അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ റവന്യൂ ചെലവ് കുതിച്ചതും കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പരിധി വെട്ടിക്കുറിച്ചതൊക്കെ നിലവിലെ ഈ ഒരു ഗുരുതരാവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ചു എന്നത് നമുക്ക് കണ്ടതാണ്. അതിലൊരു മാറ്റം പ്രതീക്ഷിക്കാമോ? അല്ല, തീർച്ചയായും അത് നമ്മൾ വളരെ യാഥാർത്ഥ്യബോധത്തോടെ കൂടി വേണം തന്നെ ഇത് മനസ്സിലാക്കാനായിട്ട്. ആ രീതിയിലുള്ള പ്രതിസന്ധിയും കടബാധ്യതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും എല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ സാഹചര്യങ്ങൾ വരും ദിവസങ്ങളിൽ വ്യക്തമാകുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് ബാധ്യതയായി മാറുമോ അതോ ഇത് നടപ്പിലാക്കാൻ കഴിയുന്ന രീതിയിൽ മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് തീരുമാനിക്കാനാവുക. അപ്പോൾ കേന്ദ്ര ബജറ്റ് കൂടി വന്നു കഴിയുമ്പോൾ യഥാർത്ഥത്തിലുള്ള ചിത്രം നമുക്ക് കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഇപ്പോഴത്തെ ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ചിട്ടുള്ള അനുമാനങ്ങളുടെ പുറത്താണല്ലോ ഈ കണക്കുകൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതായത് ധനകാര്യമന്ത്രി ബാലഗോപാലിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് കാര്യങ്ങൾ നടക്കുകയാണ് എങ്കിൽ ഇത് വലിയ ബാധ്യതയോ വലിയ ബുദ്ധിമുട്ടോ ആയി മാറുമെന്ന് കരുതാൻ കഴിയും. തീർച്ചയായും അത്രത്തോളം പ്രതീക്ഷ നൽകുന്ന ഒരു ബജറ്റ് തന്നെയാണ്. പ്രഖ്യാപനങ്ങൾ ഇത്രത്തോളം കണ്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. കൂടുതൽ എന്താ പറയുക, പലപ്പോഴും പേരിൽ പൂർണ്ണ ബജറ്റ് എന്ന് പറയുമ്പോഴും ഉള്ളടക്കത്തിൽ വിപുലമായ ഒരു പ്ലാനിങ് ഇതിലുണ്ട്. നടപ്പാക്കി കഴിഞ്ഞാൽ അതിൽ ബമ്പർ ലോട്ടറി തന്നെയാണ്. പക്ഷേ ഇതൊരു വോട്ട് ഓൺ അക്കൗണ്ടായി തീരുമോ എന്നൊരു സംശയം ആളുകൾക്കിടയിലുണ്ട്. അല്ല, അത് സ്വാഭാവികമാണല്ലോ. തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ട് നിൽക്കുന്നു. 10 വർഷത്തെ ഒരു ഭരണം പൂർത്തിയാക്കുന്ന ഒരു സർക്കാർ. സ്വാഭാവികമായും അത്തരം സംശയങ്ങൾ വളരെ ന്യായയുക്തമായ സംശയങ്ങളാണ്. പക്ഷേ അതൊരു സാമ്പത്തിക ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അത് ആ രീതിയിൽ അങ്ങനെ നമുക്ക് വിലയിരുത്താനായിട്ട് കഴിയില്ല. പക്ഷേ പ്രതിസന്ധിയുണ്ട്. സർക്കാർ തന്നെ തുടരുകയാണ് എങ്കിൽ ഒരുപക്ഷെ ഈ രീതിയിൽ അത് തുടരാനായിട്ട് കഴിയുമായിരിക്കും. പക്ഷെ മാറി വരുന്ന ഒരു സർക്കാരിന്റെ വികസന ലക്ഷ്യങ്ങളും വികസന തന്ത്രവും ഈ സർക്കാരിന്റെ തന്നെ ആവണമെന്നില്ലല്ലോ. അപ്പൊ അതൊക്കെ തന്നെ അനുസരിച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. സർ, തീർച്ചയായും ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ ബജറ്റിൽ കുറേയധികം പ്ലാനിങ് കൊണ്ടുവരുമ്പോൾ എവിടെന്നെങ്കിലും ഒരു സോഴ്സ് കൃത്യമായി കണ്ടെത്തണമല്ലോ. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു സാമ്പത്തിക സോഴ്സ് എന്ന് സർക്കാർ മുന്നിൽ കാണുന്നത് എന്തായിരിക്കും? അത് വളരെ നല്ല ചോദ്യമാണ്. അത് വ്യക്തമായി ഞാൻ പറയാം. അതായത് സർക്കാരിന്റെ തനത് നികുതി വരുമാനം എന്ന രീതിയിൽ കഴിഞ്ഞ വർഷം പ്രതീക്ഷിച്ചത് 1,10,000 കോടി രൂപയാണ്. അത് ഈ വർഷം പക്ഷേ അത് 1,02,000 കോടി രൂപ മാത്രമേ സർക്കാരിന് സ്വരൂപിക്കാൻ കഴിഞ്ഞുള്ളൂ. 8,000 കോടി രൂപയുടെ ഒരു കുറവ് അക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ പറയുന്ന സംശയങ്ങളൊക്കെ ഉയരുന്നത്. പക്ഷെ വരും വർഷത്തേക്ക് 1,14,000 കോടി രൂപയുടെ നികുതി വരുമാനം സമാഹരിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. എന്ന് വെച്ചാൽ 12,000 കോടി രൂപയുടെ അധിക നികുതി വിഭവ സമാഹരണം നടത്താൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അതിന് മുഖ്യമായിട്ടും അതിന് ആധാരമായിട്ട് സർക്കാർ കാണുന്നത് സമ്പദ് വ്യവസ്ഥയിൽ 14% വളർച്ചയുണ്ടാകും എന്ന വിലയിരുത്തലാണ്. അപ്പൊ സമ്പദ് വ്യവസ്ഥ 14% വളർച്ച എന്ന് പറയുന്നത് നോമിനൽ ആയിട്ടുള്ള വളർച്ച. ആ നോമിനലായിട്ട് 14% വളർച്ച സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇത് അത്ര വലിയ പ്രശ്നമാവില്ല. മാത്രവുമല്ല, ഈ ധനകാര്യ കമ്മീഷൻ വഴി ഈ വർഷം ലഭിച്ചത് 34,000 കോടി രൂപയാണ്. അടുത്ത വർഷം 68,000 കോടി രൂപ ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ബജറ്റിൽ ധനകാര്യമന്ത്രി പങ്കുവച്ചിരിക്കുന്നത്. മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടല്ലോ, കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ നിന്നും വളരെ അനുകൂലമായിട്ടുള്ള അനുഭാവപൂർണമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാകുമെന്നാണ് ധനകാര്യമന്ത്രി പ്രതീക്ഷ വച്ചിരിക്കുന്നത്. അപ്പൊ ബജറ്റിൽ അത് കാണാനുണ്ട്. ബജറ്റിൽ 34,000 കോടി രൂപ ഈ വർഷം ലഭിച്ചത് അടുത്ത വർഷം 68,000 കോടി രൂപ എന്ന നിലയിൽ സെൻട്രൽ ഗവൺമെന്റ് ട്രാൻസ്ഫേഴ്സ് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂടുമ്പോഴാണ് ഈ 1,14,000 കോടി രൂപയുടെ വിഭവ സമാഹരണം നടത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷ സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചെലവ് ചെയ്യലും സർക്കാർ ഈ രീതിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരിയാണ്, സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 2 ലക്ഷം കോടിയിലേറെ രൂപയുടെ ഒരു ചെലവ് ചെയ്യാൻ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഇത് നടക്കുമോ എന്നുള്ള സംശയം സ്വാഭാവികമായും ഉയരും. പക്ഷെ ഈ 2 കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ അത്തരം ഒരു ശുഭാപ്തി വിശ്വാസം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തീർച്ചയായും സാർ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൻ്റെ ഒരു ശ്രേണി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കേരളത്തിലെ ടൂറിസം, വിഴിഞ്ഞം, മറ്റേതൊക്കെ മേഖലകളിലേക്കായിരിക്കും ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ സർക്കാർ ഇനി നൽകാൻ പോകുന്നത്? കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള വരുമാനം പ്രതീക്ഷിക്കുമല്ലോ. ആ പ്രതീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് ഏതിലായിരിക്കും? തീർച്ചയായും സേവന മേഖലയിൽ തന്നെയാണ് സർക്കാർ ഊന്നൽ നൽകുന്നത്. അതോടൊപ്പം തന്നെ വ്യാവസായിക രംഗത്തും സർക്കാർ നന്നായി ഊന്നൽ നൽകിയിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള വ്യാവസായിക മേഖലകളിലെല്ലാം തന്നെ സജീവമായിട്ടുള്ള ഇടപെടൽ സർക്കാർ ഈ ബജറ്റിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വ്യാപാരം വിഴിഞ്ഞം തുറമുഖം വഴി ഉണ്ടാകുമെന്നും അതുവഴി വലിയ രീതിയിലുള്ള ഒരു നികുതി വിഹിതം കേരളത്തിന് ലഭിക്കുമെന്നും ഒക്കെ സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. മുഖ്യമായിട്ടും സേവന മേഖലയെയും വ്യാവസായിക മേഖലയും ആശ്രയിച്ച്
വലിയ വിഭവ സമാഹരണം നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. കഴിഞ്ഞ മുൻകാലങ്ങളിൽ ഒന്നുമില്ലാത്ത രീതിയിൽ കാർഷിക മേഖലയിൽ ഒരു വലിയ കാർഷിക മെച്ചപ്പെട്ട ഒരു വളർച്ച ഈ വർഷം സർക്കാരിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വളർച്ച കാർഷിക രംഗത്ത് നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ നമ്മൾ പണം അങ്ങോട്ട് കൊടുത്ത് അതിലൊരു ചെറിയ ലാഭം കാണുന്നതാണ് പതിവ് കാഴ്ച. പക്ഷെ ഇത്തവണ കുറച്ച് വേറിട്ട് നിൽക്കുന്നു അല്ലേ? വേറിട്ട് നിൽക്കുന്നു. അപ്പൊ ഒരു വലിയ മുന്നേറ്റം കാർഷിക മേഖലയിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ അത് തുടരാനാണ് സാധ്യത എന്നുള്ളതൊക്കെയാണ് ധനകാര്യമന്ത്രി പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ ഒരു മെച്ചപ്പെട്ട മുന്നേറ്റം സമ്പദ് വ്യവസ്ഥയിൽ ആകമാനം വരെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. കുറേയധികം പഠനങ്ങളും ഗവേഷണങ്ങളൊക്കെ നടത്തിയാണല്ലോ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് എന്തായാലും സർക്കാർ കടക്കുക. അപ്പോൾ പേരിലല്ല അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനത്തിലല്ല, അതിന്റെ ഒരു ഉള്ളടക്കത്തിൽ തന്നെയാണ് യഥാർത്ഥ പരീക്ഷണം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ നോക്കാമല്ലേ സർ? കാരണം ഈ ബജറ്റ് എത്രമാത്രം നിയന്ത്രണവും ഉത്തരവാദിത്വവും പുലർത്തുന്നു എന്നതാണ് ഇനി നിർണായകമായിരിക്കുന്നത്. തീർച്ചയായും. മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റു പല ഘടകങ്ങളെയും ആശ്രയിച്ചാണ് ഈ ധനകാര്യമന്ത്രി ഈ കണക്കുകളെല്ലാം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സമ്പദ് വ്യവസ്ഥയിൽ ആകെ തന്നെ ഒരു ഉണർവുണ്ടാകും, കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ വളർച്ചയുണ്ടാകും. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുഭാവപൂർണമായ ഒരു സമീപനം ധനകാര്യ കമ്മീഷൻ വഴി ലഭിക്കുന്ന വിഭവവുമായി ബന്ധപ്പെട്ട് അനുഭാവപൂർണമായ സമീപനം ഉണ്ടാകും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയുടെയും കണക്കുകൂട്ടലിന്റെയും അടിസ്ഥാനത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ അതെല്ലാം തന്നെ സത്യമായിട്ട് സംഭവിച്ചാൽ ഈ പറയുന്ന ചെലവ് ചെയ്യലും അതോടൊപ്പം തന്നെ ഉണ്ടാകുന്ന അധിക ബാധ്യതയുമെല്ലാം സർക്കാരിനെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. സർ, നമ്മൾക്കറിയാം കോവിഡ് കാലത്തൊക്കെ ഈ സാർ സൂചിപ്പിച്ച പോലെ തന്നെ അധിക ബാധ്യത എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയിലേക്കായിരിക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ പ്രകൃതി ദുരന്തം, ഈ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ തകിടം മറിക്കുന്ന കുറേയധികം കാര്യങ്ങൾ എക്സ്ട്രാ ചെലവ് എന്ന് വേണമെങ്കിൽ പറയാം സർക്കാരിന് വരുന്നതല്ലേ. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് മുൻകരുതൽ എന്ന് വേണം. എന്താണ് ഒരു സുരക്ഷിതമായിട്ടുള്ളൊരു സമ്പദ് വ്യവസ്ഥ നമുക്കുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അത് ഈ അപ്രതീക്ഷിതമായ കാര്യങ്ങളെ നമുക്ക് എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നുള്ളത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയും സമ്പദ് വ്യവസ്ഥയുടെ ഈ ഉൽപാദന മേഖലകളുടെ ശക്തിയെയും ആശ്രയിച്ചാണ് യഥാർത്ഥത്തിൽ അതിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് ഒരു കുറച്ച് പോസിറ്റീവായിട്ടുള്ള സൂചനകളാണ് നമുക്ക് ഈ ബജറ്റിൽ നിന്ന് ലഭിക്കുന്നത്. ഈ ഇന്നലെ നിയമസഭയിൽ വെച്ച ഇക്കണോമിക് റിവ്യൂ ഇക്കണോമിക് റിവ്യൂവിലാണല്ലോ നമ്മൾ ഈ കാർഷിക മേഖലയുടെ ഉണർവ്, നല്ല വ്യത്യസ്തമായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഉണർവ് നമ്മൾ കണ്ടത്. അപ്പൊ കാർഷിക മേഖല നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഉൽപാദന മേഖലയാണല്ലോ. അപ്പൊ അവിടെ മെച്ചപ്പെട്ട ഒരു ഉണർവ് നമ്മൾ കാണാനായിട്ട് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ സമ്പദ് വ്യവസ്ഥയിൽ മൊത്തം തന്നെ ഒരു 14% വളർച്ച ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പോകുന്നത്. അപ്പൊ ഇത് രണ്ടും ഒരു ഏത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായാൽ പോലും അതിനെ നേരിടാനായിട്ട് നമ്മളെ സഹായിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സംഗതികളാണ്. മാത്രമല്ല പിന്നെ സർക്കാരിന്റെ എടുക്കുന്ന ധീരമായിട്ടുള്ള നിലപാടുകളാണ് യഥാർത്ഥത്തിൽ ഇത്തരം പ്രതിസന്ധികളെ എങ്ങനെ മറികടക്കാൻ കഴിയും എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇപ്പൊ പ്രളയമുണ്ടായ സാഹചര്യത്തിലായാലും കോവിഡ് ഉണ്ടായ സാഹചര്യത്തിലായാലും വളരെ നിശ്ചയദാർഢ്യത്തോടെ കാര്യങ്ങൾ തീരുമാനിക്കാനും കടമെടുത്തിട്ടാണെങ്കിൽ കൂടി അതിന് വലിയ നിബന്ധനകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ കൂടി വളരെ ധീരമായിട്ട് ആ കാര്യത്തിൽ ഒരു നിലപാടെടുത്ത് കടമെടുത്ത് വലിയ രീതിയിൽ ചെലവ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണല്ലോ ആ രണ്ട് പ്രതിസന്ധികളെ നമുക്ക് മറികടക്കാൻ കഴിഞ്ഞത്. അപ്പൊ അത് ഭാവിയിലും അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനകാര്യ മാസികയായിട്ടുള്ള വാൾ സ്ട്രീറ്റ് ജേണൽ, അമേരിക്കയിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന വാൾ സ്ട്രീറ്റ് ജേണൽ പറഞ്ഞത് ലോകത്തെ എല്ലാ സമ്പദ് വ്യവസ്ഥകളെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് കടമെടുത്ത് നടത്തുന്ന ചെലവ് ചെയ്യൽ ആണ്. കടമെടുപ്പ് പരിധി കുറച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥ അത് ഉപയോഗിക്കേണ്ട രീതി കുറച്ചുകൂടെ ഭദ്രമാകണമെന്ന് വിമർശനങ്ങളുണ്ടല്ലോ. അല്ല, തീർച്ചയായും അത് കേന്ദ്ര ഗവൺമെന്റ് മൊത്തത്തിലെടുക്കുന്ന ഒരു നിലപാടാണ്. കടം കുറച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. പക്ഷെ ഞാൻ പറയാൻ ശ്രമിച്ചത് അങ്ങനെ ഒരു നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമ്പോൾ അതിൽ നിന്നും തികച്ചും വേറിട്ടൊരു നിലപാടെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം കിഫ്ബി വഴിയുള്ള നിലപാട് അതെടുത്ത് മുന്നോട്ട് പോയപ്പോഴാണല്ലോ പല രീതിയിലുള്ള തടസ്സങ്ങൾ നേരിട്ടത്. അത് ശരിയാണ്, കേന്ദ്രത്തിന്റെ ആ നിലപാടിനൊപ്പമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. പക്ഷെ അങ്ങനെ ആകുമ്പോഴും എനിക്ക് തോന്നുന്നു കേന്ദ്രം പോലും ഇപ്പോൾ മാറി വരുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പം അമേരിക്കയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന വാൾ സ്ട്രീറ്റ് ജേണൽ പറയുകയാണ് കടമെടുത്താണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളും അവരുടെ വളർച്ചയും വികസനവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അതൊക്കെ തന്നെ ഈ മിനിഞ്ഞാന്നാണ് ആ വാർത്ത വരുന്നത്. അപ്പൊ അതൊക്കെ തന്നെ നമ്മുടെ ഡൽഹിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന മിന്റ് എന്ന് പറയുന്ന ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ മിന്റ് എന്ന് പറയുന്ന ദിനപത്രം അവരുടെ ഫ്രണ്ട് പേജിൽ തന്നെ ആ വാർത്ത നൽകുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ തന്നെ ഒരു വീണ്ടും വിചാരത്തിന് കാരണമായേക്കാം. അപ്പോ കടത്തിന്റെ കാര്യത്തിൽ, കാരണം നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ 8.4% എന്ന ഉയർന്ന വളർച്ചാ നിരക്കിലേക്കാണ് പോകുന്നത്. പക്ഷെ അങ്ങനെയാകുമ്പോഴും നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മൂലധന ചെലവ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിട്ടില്ല. തീർച്ചയായും. അതായത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം പ്രതീക്ഷിച്ച ആ മൂലധന ചെലവ്
സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതിന് കൃത്യമായ കണക്ക് അടുത്ത ദിവസമേ കിട്ടുകയുള്ളൂ. അപ്പൊ അങ്ങനെയുണ്ട്. MSME സെക്ടർ വലിയ രീതിയിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഇടപെടുന്ന ഒരു മേഖലയാണ്. പക്ഷെ ആ മേഖലയിലൊക്കെ കടബാധ്യത വർദ്ധിക്കുന്നു. രാജ്യത്തെ പ്രധാനപ്പെട്ട വ്യവസായങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട 8 വ്യവസായങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ വ്യവസായങ്ങളുടെ വളർച്ചാ നിരക്കിലൊക്കെ കുറവാണ്. അപ്പൊ അവിടെ ഇവിടെയൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ട്. മൊത്തത്തിൽ വളർച്ചാ നിരക്ക് 8.2% ഉണ്ട് എന്ന് പറയുമ്പോഴും സമ്പദ് വ്യവസ്ഥയിൽ ചെറുതല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര സർക്കാരും ഈ കടബാധ്യതയുടെ കാര്യത്തിലൊക്കെ കുറച്ചുകൂടെ ഒരു ഉദാര സമീപനം സ്വീകരിക്കാനുള്ള ഒരു സാധ്യത നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം ആഗോളതലത്തിൽ തന്നെ അങ്ങനെ ഒരു അഭിപ്രായ സമന്വയം വരുന്നു എന്നാണല്ലോ ഇത്തരം വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതുണ്ടാകുമെന്ന് ഉള്ള പ്രതീക്ഷയിലാണ് എന്നെ പോലുള്ള ഈ സാമ്പത്തിക ശാസ്ത്രം പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നവർ പ്രതീക്ഷിക്കുന്നതാണ്. സർ, ഇതിൽ തൊഴിലില്ലായ്മ ഒരു എത്രത്തോളം നമ്മുടെ കേരളത്തെ അലട്ടുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഒരു സാമ്പത്തിക രംഗത്ത് എത്രത്തോളം ഭദ്രമാണ്, പുതിയ പ്രൊജക്റ്റുകളൊക്കെ വരുമ്പോൾ കുറേ പ്രതീക്ഷകൾ തന്നെയാണ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. കേരളത്തിലെ കുറേയധികം ആളുകൾ ജോലി കിട്ടാതെ നിൽക്കുന്നുണ്ട്, സാമ്പത്തികമായി ഭദ്രത ഇനിയും നേടാനുണ്ട്. കേരളം ഓരോ ദിവസവും പുരോഗമിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ആ ഒരു മേഖലകളിലേക്ക് ഇന്ന് പ്രഖ്യാപിച്ച ഈ ഒരു ബജറ്റ് എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാക്കാൻ പറ്റും? തൊഴിലില്ലായ്മ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്, വിശേഷിച്ച് അഭ്യസ്തവിദ്യരായിട്ടുള്ള നമ്മുടെ ചെറുപ്പക്കാരുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിനൊരു നമുക്ക് ഒരു പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല അത് വിവിധ മേഖലകളെ സംയോജിപ്പിച്ച് വിവിധ പദ്ധതികൾ വളരെ സമയബന്ധിതമായും പാരസ്പര്യത്തിൽ നടപ്പിലാക്കുന്നത് വഴി അത് മറികടക്കാൻ കഴിയും. അപ്പൊ അതിനെ അഡ്രസ് ചെയ്യാനുള്ള ശ്രമമാണ് ഈ ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്കിൽ പാർക്ക്, നൈപുണി വികസന കേന്ദ്രങ്ങൾ. ഓരോ ഗ്രാമപ്രദേശങ്ങളിലും നൈപുണി വികസന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക. നൈപുണി വികസനവുമായി ബന്ധപ്പെട്ട ഒരു സർവകലാശാല തന്നെ സ്ഥാപിക്കുമെന്നാണല്ലോ ബജറ്റിൽ ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല ഒരു ഗ്ലോബൽ സ്കൂൾ എന്ന് പറയുന്ന ആശയം കൂടി വരികയാണ്. ഇതൊക്കെ തന്നെ കുറച്ച് നാളുകളായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. ഗ്ലോബൽ സ്കൂൾ മാത്രമല്ല, ഒരു ഗ്ലോബൽ യൂണിവേഴ്സിറ്റി കേരളത്തിൽ ഉണ്ടാവണമെന്നുള്ള ആശയങ്ങളൊക്കെ പ്ലാനിംഗ് ബോർഡിന്റെയൊക്കെ പല ആലോചനാ യോഗങ്ങളിലൊക്കെ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ഈ രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത്, വിശേഷിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ ഒരു ജോലി സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ഈ പാഠ്യപദ്ധതിയിലേക്ക് തൊഴിൽ നൈപുണ്യെ എങ്ങനെ വിളക്കി ചേർക്കാൻ കഴിയും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മയെ പരിഹരിക്കാനായിട്ട് നമുക്ക് കഴിയുക. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എനിക്ക് തോന്നുന്നു അതിലേക്കുള്ള ഒരു ആദ്യ ചുവടുകൾ എന്ന രീതിയിലാണ് ഈ പറയുന്ന ബജറ്റ് നിർദ്ദേശങ്ങളെല്ലാം വന്നിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രം ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയും എന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയില്ല. വളരെ കൃത്യമായിട്ട് ഈ രീതിയിലുള്ള പരിപാടികൾ നടപ്പിലാക്കി നമ്മുടെ പാഠ്യപദ്ധതിയുമായി ഇതിനെ സംയോജിപ്പിക്കണം. തൊഴിൽ പരിശീലനം ഒന്നും പാഠ്യപദ്ധതിയിലൂടെ ലഭിക്കുന്ന അറിവ് മറ്റൊന്നുമായിട്ട് ഇങ്ങനെ വേറിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ പരിപാടി വിജയിക്കില്ല. പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥി അറിവിനോടൊപ്പം ആ അറിവിനെ പ്രയോഗിക്കാനുള്ള നൈപുണി കൂടി കൈവശമാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ ഉള്ള ഇടപെടലുകൾ, ഇതിന്റെയൊക്കെ തുടർ നടപടി എന്ന രീതിയിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് കേരളം ഈ ഒരു ബജറ്റിനെ കണ്ടത്. ഇനി നമ്മൾ നോക്കേണ്ടത് കേന്ദ്രത്തെയാണ്. കാരണം 1-ാം തീയതി എത്രത്തോളം പ്രാധാന്യപ്പെട്ടതാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ നടപ്പിലാക്കണമെങ്കിൽ ഒരു സൈഡിൽ അവിടെയും ഭദ്രമായിരിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒന്നാണ്. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ തന്നെ അനിശ്ചിതത്വം തുടരുമ്പോഴാണ് പതറാതെ ഇന്ത്യ മുന്നോട്ട് പോകുന്നത് എന്നൊരു കാര്യം തന്നെയാണല്ലേ സാർ ഈ അടുത്ത് നമുക്ക് പറയാൻ പറ്റുക. കാരണം അടുത്ത സാമ്പത്തിക വർഷവും 2026-27 ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് ശക്തിയായി ഇന്ത്യ മാറി എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സാമ്പത്തിക സർവേ പുറത്തു വന്നപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ നോക്കിക്കാണേണ്ടത്? തീർച്ചയായും അത് വളരെ പ്രതീക്ഷ നൽകുന്നത് മാത്രമല്ല, നമുക്ക് അഭിമാനം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ നമ്മുടെ രാജ്യമാണ് എന്നുള്ളത് എല്ലാ ഇന്ത്യക്കാരനും, എല്ലാ മലയാളിക്കും എല്ലാം വലിയ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആ അഭിമാനം നമുക്ക് പ്രയോജനപ്പെടണം. ആ അഭിമാനം മാത്രമല്ല, അത് നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ, ദൈനംദിന ജീവിതത്തെ, സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെ മെച്ചപ്പെടുത്താൻ അതിന് കഴിയുന്നു എന്നുള്ളത് കൂടി നമുക്ക് അനുഭവത്തിലൂടെ വ്യക്തമാവേണ്ടതുണ്ട്. അക്കാര്യത്തിലേക്ക് അതിനുവേണ്ടി നിരവധി പദ്ധതികൾ ഉണ്ടാവേണ്ടതുണ്ട്. കാരണം ഈ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച എന്ന് പറയുന്നത് മാത്രം നോക്കി നമുക്ക് സമ്പദ് വ്യവസ്ഥയുടെ ആകമാനമുള്ള പ്രവർത്തനമോ അതിന്റെ മികവോ ഒന്നും നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. അത് ചില പ്രത്യേക മേഖലകളിലൊക്കെ വളർച്ച ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കി ഏതെങ്കിലുമൊക്കെ മേഖല പുറകിപ്പോയാൽ, ഇപ്പൊ നമുക്കറിയാമല്ലോ കാർഷിക മേഖല നമ്മുടെ രാജ്യത്തെ ഏതാണ്ട് 40-45% ഇടയിൽ തൊഴിൽ എടുക്കുന്നവർ പ്രവർത്തിക്കുന്ന മേഖല കാർഷിക മേഖലയാണ്. അപ്പൊ കാർഷിക മേഖലയുടെ കാര്യത്തിൽ
ഒരു കുതിച്ചുചാട്ടം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ തൊഴിലെടുക്കുന്നവരിൽ ഒരു പകുതി ശതമാനം ജനങ്ങൾക്കും ഒരു മെച്ചം ഉണ്ടാകുന്നത്. തീർച്ചയായും 2026-27 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ചയും വലിയൊരു മാറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. 7.2% വരെ അത് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ എല്ലാ മേഖലയിലും അത് സ്വാധീനം ചെലുത്തുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? അല്ല, പക്ഷെ നമ്മുടെ മൊത്തത്തിലുള്ള സമ്പദ് വ്യവസ്ഥയിലുള്ള വളർച്ചാ നിരക്ക് രണ്ടാം പാദത്തിൽ 8.2%. അപ്പൊ 8.2% വളർച്ച നമുക്ക് മൊത്തം രേഖപ്പെടുത്താൻ കഴിഞ്ഞു. പക്ഷെ ആ 8.2% വളർച്ച എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ചില മേഖലകളിൽ അതിലും കൂടുതൽ വളർച്ചാ നിരക്ക് ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് മൊത്തത്തിൽ ഈ വളർച്ചാ നിരക്ക് കിട്ടുന്നത്. അപ്പൊ ഞാൻ അതാ സൂചിപ്പിച്ചത്, നമുക്ക് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ. പക്ഷേ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ചില മേഖലകളുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന മേഖല, നമുക്കറിയാം 85% പേരും ജോലി ചെയ്യുന്ന അസംഘടിത മേഖലയിലാണ്. അപ്പം ഈ കണക്കുകളെല്ലാം തന്നെ സംഘടിത മേഖലയുമായി ബന്ധപ്പെട്ടാണ് കൂടുതലും. ഈ GDP-യുടെ വളർച്ചാ നിരക്കും ഒക്കെ ബന്ധപ്പെട്ട കണക്കുകളെല്ലാം സംഘടിത മേഖലയുമായി ബന്ധപ്പെട്ടാണ് അത് കൂടുതൽ, അവിടെയാണ് അതിന് കൂടുതൽ പ്രസക്തിയുള്ളത്. അസംഘടിത മേഖലയിലെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ചില പ്രത്യേക അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ GDP കണക്കുകളിലേക്ക് നമ്മൾ വിളക്കി ചേർക്കുന്നത്. അപ്പോ ഇതെല്ലാം തന്നെ ഈ ഔപചാരിക സമ്പദ് വ്യവസ്ഥ, സംഘടിത സമ്പദ് വ്യവസ്ഥയിലൊക്കെ എന്ത് മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇത് കൂടുതൽ പ്രതിഫലിപ്പിക്കുന്നത്. അസംഘടിത മേഖലയിലും അനൗപചാരിക മേഖലയിലും ഒക്കെ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ മെച്ചപ്പെട്ട രീതിയിലാണ് എന്ന് നമുക്ക് അങ്ങനെ കരുതാനായിട്ട് കഴിയില്ല. പക്ഷേ ഈ വളർച്ച നമുക്ക് ആ രീതിയിലേക്ക് പരിവർത്തിപ്പിക്കാൻ ഏതൊക്കെ നടപടികളാണ് കേന്ദ്ര സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാം തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കരുത്ത് കാട്ടുമ്പോഴും പുറത്തുനിന്നുള്ള ഭീഷണികൾ നമുക്ക് അവഗണിക്കാൻ സാധിക്കില്ലല്ലോ അല്ലെ. പ്രത്യേകിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരിച്ചെത്തിയതോടെ വ്യാപാര രംഗത്ത് കടുത്ത വെല്ലുവിളികൾ തന്നെയാണ് ഇന്ത്യ നേരിട്ടത്. തീർച്ചയായും അതെ, നേരിട്ട് ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് ആദ്യം സ്വീകരിച്ച നടപടിയിൽ നിന്നൊക്കെ ഇടക്കാലത്തൊന്ന് പിറകോട്ട് പോയി. പക്ഷേ ചെറിയ ചർച്ചകളും 50-ൽ നിന്നൊരു വ്യത്യാസം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ നമ്മൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് പുതിയ കരാറിലേക്ക് എത്തിയതോടുകൂടി അത് ട്രംപ് അതിനെ അത്ര അനുഭാവത്തോടെ കാണുമെന്ന് നമുക്ക് കരുതാനായിട്ട് കഴിയില്ല. കാരണം ഇന്ത്യയെ മാത്രമല്ല യൂറോപ്യൻ യൂണിയനെ പോലും അമേരിക്കയുടെ വരുതിക്ക് നിർത്തുക എന്നുള്ളതാണ് ട്രംപിന്റെ ലക്ഷ്യം. ആ നിയന്ത്രണത്തിൽ നിന്ന് പുറത്തു കടക്കാനാണ് യൂറോപ്യൻ യൂണിയൻ ആയാലും ഇന്ത്യ ആയാലും ശ്രമിക്കുന്നത്. സ്വാഭാവികമായും യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും ഒക്കെ തന്നെ ഒരു പ്രതിസന്ധിയിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ ഒരു സാധ്യതയുണ്ട്. ഇപ്പോ അത് അങ്ങനെ പ്രത്യക്ഷമായിട്ടായിരിക്കില്ല. ഇപ്പൊ നോക്കുക, നമ്മുടെ രൂപയുടെ മൂല്യം കുറയുകയാണ്. കഴിഞ്ഞ മാസം നവംബർ മാസം മുതലുള്ള സമയത്ത് രൂപയുടെ മൂല്യം പിടിച്ചു നിർത്താനായിട്ട് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വിദേശ നാണ്യം മാർക്കറ്റിൽ വിറ്റുകൊണ്ടാണ് റിസർവ് ബാങ്ക് രൂപയുടെ മൂല്യം പിടിച്ചു നിർത്താനായിട്ട് ശ്രമിച്ചത്. പക്ഷെ അതൊന്നും ഫലവത്താകുന്ന ചിത്രമല്ലല്ലോ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ അങ്ങനെ പരോക്ഷമായിട്ട് ഈ ആഗോള തലത്തിൽ ട്രംപ് സൃഷ്ടിക്കുന്ന ഒരു അനിശ്ചിതത്വ പ്രതിസന്ധി, ഇത് പരോക്ഷമായി നാം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സ്വാധീനമായിരിക്കും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളുടെ മുകളിൽ അത് ചുമത്തപ്പെടുക. അപ്പൊ അതൊരു പ്രശ്നമാണ്. കാരണം നമ്മുടെ വിനിമയ മൂല്യമൊക്കെ കുറയുമ്പോൾ വിദേശ നാണ്യ രംഗത്തും മൂലധനത്തിന്റെ ഇങ്ങോട്ടുള്ള ഒഴുക്കിന്റെ കാര്യത്തിലും എല്ലാം തന്നെ അത് ദോഷകരമായി ബാധിക്കും. അപ്പൊ അത് ഒരു പ്രതിസന്ധി നിറഞ്ഞൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും. എന്തായാലും നമുക്ക് ഇതൊരു കണക്ക് പുസ്തകം നമുക്ക് അറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത്, കാരണം ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ബജറ്റുമായി ബന്ധപ്പെട്ട സ്വർണ്ണവിലയിൽ വരുന്ന മാറ്റങ്ങളാണ്. കാരണം ആഗോള പ്രതിസന്ധികൾ ഉയർന്നു നിൽക്കുമ്പോൾ ഇനിയും സ്വർണ്ണവില ഉയരുമെന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ബജറ്റിനോട് കൂടി ഇന്ത്യയിലെ സ്വർണ്ണവിലയിൽ നേരിയ തോതിലുള്ള ഇടിവെങ്കിലും പ്രതീക്ഷിക്കാമോ സാർ? ഇല്ല, ഇടിവ് പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ സാഹചര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നത്. സ്വർണത്തിന്റെ വില എല്ലാ കാലത്തും നമ്മുടെ രാജ്യത്തായിട്ട് മാത്രം നമുക്ക് സ്വർണ്ണവില നിയന്ത്രിക്കാനോ പിടിച്ചു നിർത്താനോ കഴിയില്ല. അത് ആഗോളതലത്തിൽ ഉള്ള സ്വർണത്തിന്റെ വില എന്താണോ അതുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടാണ് സ്വർണ്ണവിലകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എപ്പോഴും സാമ്പത്തിക രംഗത്തെ അഭിവൃദ്ധിയും സമാധാനപൂർണമായ സാഹചര്യവും കലുഷിതമല്ലാത്ത സാഹചര്യവും ഒക്കെയാണ് എങ്കിൽ എല്ലാവരും സമ്പദ് വ്യവസ്ഥയിൽ നിക്ഷേപിക്കാനായിരിക്കും താല്പര്യപ്പെടുക. പക്ഷെ സമ്പദ് വ്യവസ്ഥയിലെ അനിശ്ചിതത്വം നിലനിൽക്കുന്നു, അത് വർദ്ധിക്കാൻ പോകുന്നു, പുതിയ സംഘർഷങ്ങൾ രൂപം കൊള്ളാനുള്ള സാധ്യത കാണുന്നു. അങ്ങനെയൊക്കെ വന്നാൽ ആരും സമ്പദ് വ്യവസ്ഥയിൽ അവരുടെ മിച്ച സമ്പാദ്യമോ മറ്റും ഒന്നും സമ്പദ് വ്യവസ്ഥയിൽ നിക്ഷേപിക്കില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ മറ്റ് സുരക്ഷിത മാർഗങ്ങൾ ഏതാണ്, സുരക്ഷിത മേഖലകൾ ഏതാണ് എന്ന് മനുഷ്യൻ ആലോചിക്കുന്നത്.
ഈ അതിസമ്പന്നരും വലിയ കോർപ്പറേറ്റുകളും വലിയ മ്യൂച്വൽ ഫണ്ടുകളും പല രീതിയിലുള്ള വെൽത്ത് ഫണ്ടുകൾ മ്യൂച്വൽ ഫണ്ടുകൾ എല്ലാം ഉണ്ട്. അവരെല്ലാം അങ്ങനെയാണ് മെച്ചപ്പെട്ട മേഖല ഏതാണെന്ന് അന്വേഷിക്കുകയും അങ്ങനെയാണ് അവർ സ്വർണത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ നിക്ഷേപം സ്വർണത്തിലേക്ക് വഴിമാറ്റുകയാണ്. മാത്രമല്ല ചൈനയെ പോലുള്ള രാജ്യങ്ങൾ, ചൈന മാത്രമല്ല ലോകത്തെ വിവിധ കേന്ദ്ര ബാങ്കുകൾ അവരുടെ കരുതൽ നിക്ഷേപത്തിന്റെ ഒരു നല്ല പങ്ക് പലപ്പോഴും US$ സൂക്ഷിച്ചിരുന്നത് ഇതുവരെ. ഈ സമീപകാലത്ത് വരെ US$ ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരുതൽ ആസ്തി എന്ന് പറയുന്നത്. പക്ഷെ ട്രംപിന്റെ ഇത്തരം നിലപാടുകൾ കാരണം എല്ലാവരും ഈ അമേരിക്കൻ ഡോളറിൽ നിന്ന് അവരുടെ നിക്ഷേപം മറ്റ് മേഖലകളിലേക്കെല്ലാം മാറ്റുകയാണ്. അപ്പൊ ചൈനയെ സംബന്ധിച്ച് കണക്കുകളൊക്കെ തന്നെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. ചൈന പ്രത്യക്ഷത്തിൽ ഔപചാരികമായി സ്വർണം വാങ്ങിക്കൂട്ടുന്നതിന്റെ പല മടങ്ങാണ് ചൈന പരോക്ഷമായി ഈ അമേരിക്കൻ ഭീഷണിയെ മറികടക്കാനായി സ്വർണം വാങ്ങിക്കൂട്ടുന്നത്. അപ്പൊ അത് ചൈനയുടെ ഒരു വലിയ ഡിമാൻഡ് ഈ സ്വർണത്തിന്റെ കാര്യത്തിലുണ്ട്. അതെ, സ്വർണത്തിന്റെ വില കുറയാനുള്ള സാധ്യത എന്തായാലും സമീപ ഭാവിയിൽ വേണ്ട എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. എന്തായാലും എല്ലാ ഭാഗത്തേക്കും നമുക്ക് എത്തിച്ചേരാൻ പറ്റിയില്ല. കാരണം ബജറ്റാണ്, അത് അത്രത്തോളം വലിയൊരു ഗണിത പുസ്തകം തന്നെയാണ്. കുറേയധികം കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട്. എന്തായാലും വിലപ്പെട്ട സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദി സർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.